ഹായ്, എൻ്റെ പേര് നിയാസ്. ഞാൻ കോഴിക്കോട് വരാന്ത റേസിന്റെ അക്കാഡമിക് ഹെഡാണ്. 2024 നടന്ന IBPS RRB PO ക്ലർക്ക് എക്സാമുകളുടെ റിസൾട്ട് കഴിഞ്ഞ 2025 ജാനുവരി 1 വന്നിരുന്നു. കോഴിക്കോട് റേസിനെ സംബന്ധിച്ച് വളരെ വലിയ അച്ചീവ്മെന്റ് നടത്താൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് അതിലേക്ക് പ്ലേസ്ഡ് ആയി. ക്ലർക്ക് ആയാലും PO ആയാലും അവരൊക്കെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ നിയമനം നടന്നു. എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ സ്റ്റുഡന്റ് വർഷിത് ഇവിടെ 2021-22 കാലഘട്ടത്തിൽ ജോയിൻ ചെയ്തു. ഒരുപാട് ബാങ്ക് എക്സാം എഴുതി. ഇപ്പം ഫൈനലി അവന്റെ ലക്ക് 2025 ജാനുവരി 1 അവനെ തേടിയെത്തിയത്. നിലവില് കാസർഗോഡ് അടൂര് ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഈ ഒരു ജേർണിയിൽ വർഷത്തിന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ, അവൻ പ്രിപ്പയർ ചെയ്ത സ്ട്രാറ്റജി, അവനെടുത്ത സ്ട്രഗിൾസ്, അവൻ ചെയ്ത ഹാർഡ് വർക്ക്, ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ അവന് ഷെയർ ചെയ്യാനുണ്ടാവും. സോ വർഷിത് ജോയിൻ ചെയ്തത് മുതൽ എങ്ങനെയാണ് ഇപ്പം ഒരു ബാങ്ക് എക്സാമിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഞാൻ ആക്ച്വലി ഒരു BCom ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കൂട്ടുകാരൻ ശ്രീഹരി ഉണ്ട്, അവനും കൂടിയിട്ടാണ് ഇങ്ങോട്ട് ബാങ്ക് കോച്ചിങ് വരാണ്ട റേസിലോട്ട് അവനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അവൻ പറഞ്ഞു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് അവന് ഞാനും കൂടി ഇങ്ങോട്ട് വന്നു. 22 സമയത്ത് വരുന്ന സമയത്ത് തീരെ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക, എന്ത് ചെയ്യണം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഏത് രീതിയിലാണെന്ന് പോലും എനിക്കറിയുന്നില്ലായിരുന്നില്ല. അതിനെ പിന്നെ ഇവിടെ വന്നേ പിന്നെ കുറച്ചും കൂടി മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നവരായും ഇവിടുത്തെ മെന്റേഴ്സായും സംസാരിച്ച പിന്നെയാണ് എങ്ങനെയാ ഒരു കോമ്പറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുക, ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കണം എന്ന് മനസ്സിലായത്. അതൊക്കെ കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ കുറേ കാലം മോക്ക് ചെയ്ത് മാത്രം സ്പീഡ് ഇമ്പ്രൂവ് ആയതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായില്ല. പിന്നെ മനസ്സിലായി കുറച്ചും കൂടി വീഡിയോ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കണം. കാരണം എൻ്റെ ഒരു ലെവലിൽ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. മറ്റൊരാൾ ചിന്തിക്കുന്ന ഒരു ലെവലിലൂടെ നമ്മൾ കൂടി ചിന്തിച്ചാൽ കുറച്ചും കൂടി ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക, വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് പറയുമ്പോൾ കുറച്ചു കാലം കഷ്ടപ്പെടുക, പിന്നെ അത് നിർത്തുക, പിന്നെ അതേ കഷ്ടപ്പെടുക, അതിലൊരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടാൻ പറ്റില്ല. കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയി എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ഇന്ന് ഡിസൈനിങ്, നാളെ മാത്സ്, മറ്റന്നാൾ ഇംഗ്ലീഷ്, ആ ഒരു രീതി ഒഴിവാക്കി ഒരു ദിവസം തന്നെ എല്ലാം അനാലിസിസ് ചെയ്ത്. വർഷത്തെ സംബന്ധിച്ചിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വർഷത്തിനെ കാണുന്നത്, ഞാൻ കണ്ടത് ലാബിലാണ്. ലാബിൽ വർഷം നേരത്തെ വരും. കാസർഗോഡുകാരനാണ്, ഇവിടെ ഹോസ്റ്റൽ എടുക്കണം, ഹോസ്റ്റൽ എടുത്ത് പഠിക്കണം, മാസം ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. പിന്നെ രാവിലെ നേരത്തെ വന്ന് വൈകിട്ട് വളരെ ലേറ്റ് ആയിട്ട് പോകുന്ന നമ്മളെ ഒരു വലിയൊരു ബാച്ച് ഉണ്ട്. നമ്മളെ ലാബിൽ വലിയൊരു ബാച്ച് ഉണ്ട്. കാരണം നേരത്തെ വന്ന് വളരെ ലേറ്റ് ആയിട്ട് ലാബിൽ 12 മണിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് വർഷിത്. അപ്പം ആ ഒരു സമയം എന്തൊക്കെയാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തത്, എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നുള്ളത് പറയാം. പ്രാധാന്യം ആദ്യം നമുക്ക് നമ്മളെ പറ്റിയൊരു ധാരണ വേണം. ഞാൻ ഒരു ആവറേജ് ബോയിയാണ്. അപ്പൊ കുറച്ചും കൂടി ഇംഗ്ലീഷ് എന്റെ മെയിൻ വീക്ക്നെസ്. BCom ഒബ്വിയസ്ലി ഇപ്പൊ BCom ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരൊന്നും ഈ ഗവൺമെന്റ് ജോബിലേക്ക് വലിയൊരു പ്രാധാന്യം ഇല്ല, ബുദ്ധിമുട്ടാണെന്നുള്ള ധാരണ പൊതുവെ ഉണ്ട്. ഇതൊക്കെ ബിടെക് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്നുള്ള, അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ വർഷത്തിലൂടെ മാറി. BCom ഗ്രാജുവേറ്റ് ആണ്, ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു എക്സാം മേഖലയിലേക്കാണ് വർഷത്ത് വന്നത്. സോ അവിടെ നിന്ന് നല്ലപോലെ കൺസിഡർ പ്രാക്ടീസ് ചെയ്ത് വർഷത്ത് നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പം ആ ഒരു ഡ്യൂറേഷൻ എന്താണ് സ്ട്രാറ്റജി ഇപ്പൊ പഠിച്ചിരുന്നാൽ ആദ്യം റേസിന്റെ ക്ലാസ്, വീഡിയോ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ക്ലാസ് ആയാലും നോക്കിക്കൊണ്ടിരുന്നു. അതിനെ പിന്നെ കൂടുതൽ മറ്റേ റേസിന്റെ എടുത്തു പറയേണ്ടത് ലാബാണ്. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ലാബ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണല്ലോ, അത് കൂടുതൽ ലാബിലോട്ട് നോക്കാൻ വേണ്ടി ടൈം മാനേജ്മെന്റും മോക്ക് പ്രിലിംസ്. ആദ്യം പ്രിലിംസ് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. എന്റെ ആദ്യത്തെ മാർക്ക് പറയുന്നത് വളരെ ലോ ആണ്. ആദ്യത്തെ മാർക്ക് ഒരു 30 ആയിട്ടുണ്ടായിരുന്നു 100. അപ്പോ പിന്നെ അത് കുറച്ചും കൂടി ആദ്യമൊന്നും തീരെ മാർക്ക് ഒരു 30, ഒരു മാസം, 1.5 മാസം, 2 മാസത്തോളം 30 തന്നെയായിരുന്നു. പിന്നെ അതൊരു 50-55 നിർത്തി പോണെന്ന് ഓരോ മോക്ക് അടിക്കുമ്പോഴും തോന്നും. ഇത് കൊണ്ട് നടക്കില്ല. കാരണം
ഇംഗ്ലീഷ് വീക്കാണ്, മാത്സും വീക്കാണ്. 10th പിന്നെ ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഡെവലപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ശുഭാപ്തി വിശ്വാസം ഉണ്ടായതുകൊണ്ടും പിന്നെ ഇറങ്ങിയല്ലോ ഇനിയൊരു വേറൊന്നിലോട്ട് തിരിച്ചു പോക്ക് സാധ്യമല്ല വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ചിലവർക്ക് പെട്ടെന്ന് കിട്ടും, ചിലവർക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഈ പെട്ടെന്ന് കിട്ടാത്തവര് കുറച്ചും കൂടി നമുക്ക് കിട്ടുന്നതിലൊരു വിശ്വാസം, നമ്മളിൽ എന്തായാലും ഒരു വിശ്വാസമാണ്. പിന്നെ എൻ്റെ സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഫാമിലി ഭാഗത്ത് നിന്ന് ഭയങ്കര, ഫാമിലിന് യാതൊരുവിധ പ്രഷർ ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മേലിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്തും ഇവിടെ നിന്ന് വന്ന് കിട്ടിയ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ കുറച്ചും കൂടി എങ്ങനെയാ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് തന്നെ അപ്പുറം കോമ്പറ്റീഷനാണ് വെച്ചുകൊണ്ടായത്. അതായത് ഒരു മോക്കടിക്കും, നമ്മ തമ്മിൽ തന്നെ കമ്പാരിസൺ വരും. നമ്മ മോക്കടിച്ചിട്ട് സെഷൻ ഉണ്ടല്ലോ, ആ സെഷനിൽ ഒരാൾ ചിലപ്പോൾ കയറും. അപ്പൊ അതിനെ അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും കുറച്ചും കൂടി കുറച്ചും കൂടി കിട്ടിയെന്നുള്ള രീതിയിലായിരിക്കും വാശി. അതിൽ നല്ല വാശി ഉണ്ടായിരുന്നു. അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 ആളുണ്ടായിരുന്നു. അതിൽ തന്നെ നല്ല വാശിയിലായിരുന്നു നമ്മ പഠിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൂക്കിൽ എനക്ക് കുറവാണെങ്കിൽ അടുത്ത മൂക്കിൽ അവനെക്കാട്ടിയും കിട്ടണം എന്നുള്ളൊരു, കാരണം കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ അവനായിട്ട് തന്നെയാണ് ശരിക്കും മത്സരം വെക്കുന്നതും. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് നമുക്കൊരു 2 വർഷമൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ലാബ് സപ്പോർട്ട്, ഒരു അക്കാഡമിക് സപ്പോർട്ട് തരാൻ വരാന്ത റൈസിന് വർഷത്തിന്റെ ഒരു കരിയർ നല്ലൊരു സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിനെ പറ്റി ലാബ് ഫെസിലിറ്റിയെ കുറിച്ച് എങ്ങനെയാണ് അത് യൂസ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയാമോ? ഇപ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചാണെങ്കിൽ ലാബ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി ഫ്രീ ആയും ഒരു ഇത്ര കാലത്തേക്ക് എനിക്ക് ഈ ഒരു സർവീസ് തന്നതിന് വരാണ്ട റൈസിനോട് എനിക്ക് ഭയങ്കര ഒരു നന്ദി പറയാനുണ്ട്. കാരണം 24 മണിക്കൂറാണ് ഇവരെ സർവീസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 6 മണി തൊട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും എത്തിച്ചേരും. അതിനനുസരിച്ചിട്ടും മാനേജ്മെന്റ് സപ്പോർട്ടാണ്. അത് ആ ഒരു ടൈം തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഏകദേശം ഒരു ക്ലോസിംഗ് ടൈം വരെ ഉണ്ട്. അങ്ങനെ ഒരു കുട്ടികളോട് കുറച്ച് മാക്സിമം പഠിക്കാൻ ഒരു ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ലാബിൽ ഇത്ര ലേറ്റ് ആയാലും ഇത്ര ആയില്ലേ പോയിക്കോളൂ എന്നുള്ളൊരു അപ്രോച്ച് ഇതുവരെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയിപ്പം വർഷത്തിനെ സംബന്ധിച്ച് ഇപ്പം നല്ലൊരു പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വർഷത്തിനെ പോലെ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ബാങ്ക് എക്സാമിന് വേണ്ടി ഇപ്പൊ നിലവിൽ SB എക്സാം വരാനുണ്ട്. ഇപ്പം IBPS മറ്റുള്ള ഗ്രാമീൺ ബാങ്ക് എക്സാമുകളൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യും. സോ ഇവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ വർഷത്തിൽ എന്താണ് ഒരു വർക്ക് ചെയ്യണം ഇപ്പൊ നിനക്ക് പറയാനുണ്ടാവല്ലോ, ഒരു ഡോണ്ട് ഗിവ് നെവർ ഗിവ് അപ്പ് എന്ന സാധനം ഉണ്ടാവല്ലോ, ഫാക്ട് ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു മെസ്സേജ് എന്താണ് സ്റ്റുഡൻസ് കൊടുക്കേണ്ടത്? ഒരു എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വെച്ചാല് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മാക്സിമം ഇപ്പോ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും, ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് സമയം ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു എഫേർട്ടോടെ 100% ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതാണ് ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ എക്സാമിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസിയാണ്. പിന്നെ മാക്സിമം ഔട്ട്സോഴ്സ് എന്നുള്ള നോളജ് കൂടുതൽ എടുക്കാൻ നോക്കുക. ആൾക്കാരോട് സംസാരിക്കുക, അച്ചീവ് ചെയ്തവരോട് സംസാരിക്കുക. എങ്ങനെയാ അവരെ വേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അവരേതൊക്കെ ചെയ്തു എന്നും എങ്ങനെ ചെയ്തു എന്നും ഏതൊക്കെ രീതിയിൽ പഠിച്ചു എന്നും ആ ഒരു മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എത്ര കഴിവുണ്ടെന്നും പിന്നെ നമ്മളെ ഡ്രോബാക്സ്. ഇപ്പം നമുക്ക് എൻ്റെ ഞാൻ റീസണിങ് കുറച്ച് ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ റീസണിങ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ റീസണിങ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ അത് പ്രാക്ടീസ് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ ഡെയിലി റീസണിങ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എനിക്ക് വീക്കായത് ഇംഗ്ലീഷും മാത്സും ആണ്. അപ്പോൾ ലാസ്റ്റ് വർഷം ഞാൻ ഇംഗ്ലീഷും മാത്സിനും അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഞാൻ RRB ക്ലർക്ക് എനിക്ക് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഇത് കാര്യമായിരുന്നു. അതിൽ ഇംഗ്ലീഷിൽ കുറച്ച് മാർക്ക് കുറഞ്ഞുകൊണ്ട്. അപ്പോൾ പിറ്റത്തെ കൊല്ലം തൊട്ട് ഞാൻ അത്യാവശ്യം നല്ലോണം എഫേർട്ട് ഇട്ടിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ വീക്ക് സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കുക, അതിന് കൂടുതൽ എഫേർട്ട് ഇടുക, അതിന് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെ സ്ട്രോങ് സബ്ജക്റ്റിനും എഫേർട്ട് അതും അതേ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോവുക അതാണ് പറയാനുള്ളത്. പേരുകളിൽ ഇപ്പം വർഷത്തിന്റെ ലൈഫിൽ ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്ത ഇപ്പം ടീച്ചേഴ്സും ഇപ്പം ഒബ്വിയസ്ലി വരാന്ത റൈസും ഒരു താങ്ക്സ് പറയാറുണ്ട്. ഇതിനും കൂടെ ഈ ഒരു വേള യൂസ് ചെയ്യാം ഫ്രണ്ട്സിനായാലും ആർക്കായാലും. അതെ, ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് എന്നോട് തന്നെ ആദ്യം പറയുന്ന കുറച്ച് അഹങ്കാരമായി പോകും. പക്ഷേ ഫാമിലിയാണ്, എൻ്റെ ഫാമിലി പറഞ്ഞാൽ അത്രയും സപ്പോർട്ടോട്. ഞാൻ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് ബോയാണ്. പക്ഷേ ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ആദ്യം ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫാമിലിയുടെ സപ്പോർട്ട് അത് വളരെ വലിയൊരു സപ്പോർട്ടാണ് എന്നെ ഫാമിലി ചെയ്തത്. പിന്നെ ഫ്രണ്ട്സ് വരുമ്പോൾ ഒരാളെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
കാരണം എൻ്റെ ഒരു സർക്കിളിൽ കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന സർക്കിളിൽ കോളേജിൽ നിന്ന് വരുന്ന സർക്കിളിൽ ഞാനാണ് ഏറ്റവും അവസാനം ജോലി കയറിയത്. ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. ലാസ്റ്റ് കയറി എനിക്ക് മുമ്പ് കയറിയവരും ഞാൻ കയറിയവരും തമ്മിൽ. പക്ഷെ അവരൊക്കെ ജോലി കയറി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. ആ സമയത്ത് വളരെ സപ്പോർട്ട് ആ ഫ്രണ്ട്സ് തന്നത്. പിന്നെ ഇവിടെ വരാണ്ട റേസിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നത് അവർ ഏകദേശം ഒരു 90% എൻ്റെ ടീമിലെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ആ ഒരു വാശിയിലും ഇപ്പോൾ ബാക്കിയുള്ളവരും കൂടി എല്ലാവരും കയറിയ സ്ഥിതിക്ക് ബാക്കിയുള്ളവരും കൂടി കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്ത് പഠിക്കാനാണ് നിൽക്കുന്നത്. പിന്നെ പറയുന്ന വരാണ്ട റേസിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ മെന്റർ സപ്പോർട്ടായാലും ലാബ് ഫെസിലിറ്റിയാണ് ശരിക്കും പറയാനുള്ളത്. കാരണം കൂടുതൽ വർക്ക് ചെയ്തത് അവിടെ. അതെ, കാരണം കൂടുതൽ വർക്ക് ചെയ്തത്. കാരണം എന്തും നോക്കാം, ഒരു എക്സാം മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി റിസർച്ച് ചെയ്യാനും ആ ഒരു ഫെസിലിറ്റി നൽകുന്നുണ്ട്. അത്യാവശ്യം സിസ്റ്റവും ഒരു നല്ലൊരു എൻവയോൺമെന്റും നൽകുന്നുണ്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റുഡന്റിന് വേണ്ട അതെ, എല്ലാവരും മറ്റേ ബുക്കായാലും എല്ലാ കാര്യങ്ങളും സിസ്റ്റം ആയാലും വരാണ്ട റേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരാണ്ട റേസിന് നമുക്ക് നന്ദി പറയുന്നു. അപ്പോൾ വർഷിത് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടു. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച്, ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ച്, ആസ്പിരന്റ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെയുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് വലുത് തന്നെയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യലാണ് നമ്മുടെ സക്സസ്. അപ്പം അങ്ങനെ സക്സസ്സിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളാണ് വർഷിത്. സോ ഇതുപോലെ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുക. വൺസ് നിങ്ങളെയും തേടി നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. വിജയം നിങ്ങളെ തേടി എത്തും. സോ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. ഡിമോട്ടിവേറ്റിംഗ് ആയിട്ട് ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ചുറ്റും ഉണ്ടാവും. ബട്ട് അതിലൊന്നും വീണു പോകരുത്. നല്ലപോലെ പഠിക്കുക. ഭാവിയിൽ നിങ്ങൾക്കും നല്ല നല്ല നിലകളിലേക്ക് ഇപ്പം വർഷിത് എത്തിയതുപോലെ എത്താൻ കഴിയട്ടെ. സോ വർഷിത്, എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക് യു.